ബേപ്പൂരിൽ പി.വി. അൻവറിനെ കൈവിട്ടത് യു.ഡി.എഫ് സ്വാധീന മേഖലകളെന്ന കണക്കുകൾ. വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ച ഫറൂഖിലും രാമനാട്ടുകരയിലും പി.വി. അൻവറിന് കിട്ടിയത് ചെറിയ ഭൂരിപക്ഷമാണ്. യു.ഡി.എഫ് ലീഡ് പ്രതീക്ഷിച്ച ചെറുവണ്ണൂർ മേഖലയിൽ എൽ.ഡി.എഫ് ലീഡ് ചെയ്തു. പേരാമ്പ്രയിൽ ടി.പി. രാമകൃഷ്ണനെ തോൽവിയിലേക്ക് നയിച്ചത് പാർട്ടി കോട്ടകളെന്നും വ്യക്തമായി. സ്വന്തം പഞ്ചായത്തായ നൊച്ചാട് നിന്ന് പോലും പ്രതീക്ഷിച്ചതിന്റെ പകുതി ഭൂരിപക്ഷം പോലും ടി.പിക്ക് കിട്ടിയില്ല. ബേപ്പൂർ മേഖലയിൽ 5000 വോട്ട് വരെ റിയാസ് ലീഡ് ചെയ്യാം. എന്നാൽ ഫറൂഖ്, രാമനാട്ടുകര, ചെറുവണ്ണൂർ മേഖലകളിൽ നിന്നായി കുറഞ്ഞത് 9000 വോട്ട് വരെ ലീഡ് നേടി കടലുണ്ടി ഒപ്പത്തിനൊപ്പം പിടിച്ച് ജയിച്ചു കയറാമെന്നായിരുന്നു പി.വി. അൻവറിന്റെയും യു.ഡി.എഫിന്റെയും കണക്കുകൂട്ടൽ. എൽ.ഡി.എഫ് ശക്തികേന്ദ്രമായ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെ 6000-ൽ താഴെ ഭൂരിപക്ഷത്തിൽ പിടിച്ചുകെട്ടാൻ അൻവറിനായി. എന്നാൽ ലീഡ് പ്രതീക്ഷിച്ച യു.ഡി.എഫ് സ്വാധീന മേഖലകളിലെത്തിയപ്പോൾ അൻവറിന് കാലിടറി. 5000-ന് മുകളിൽ ലീഡ് പ്രതീക്ഷിച്ച ഫറൂഖിൽ ലഭിച്ചത് 2804 വോട്ടിന്റെ ലീഡ് മാത്രം. 2500 ലീഡ് പ്രതീക്ഷിച്ച രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ലഭിച്ചത് 145 ലീഡും. 1000 വോട്ടിന്റെ ലീഡ് യു.ഡി.എഫ് പ്രതീക്ഷിച്ച ചെറുവണ്ണൂർ മേഖലയിൽ എൽ.ഡി.എഫ് 1704 വോട്ടിന്റെ ലീഡ് നേടി. കടലുണ്ടി ലീഡ് കൂടി ലഭിച്ചതോടെ 7000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുഹമ്മദ് റിയാസ് ജയിച്ചു കയറുകയായിരുന്നു. ഫറൂഖ്, രാമനാട്ടുകര പോലുള്ള യു.ഡി.എഫ് സ്വാധീന മേഖലയിൽ എന്തുകൊണ്ട് പി.വി. അൻവറിന് വോട്ട് നഷ്ടപ്പെട്ടു എന്നാണ് പി.വി. അൻവർ ക്യാമ്പും യു.ഡി.എഫും പരിശോധിക്കുന്നത്. സ്വന്തം ക്യാമ്പിൽ നിന്ന് തന്നെ കാലുവാരൽ നടന്നുവെന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. അതേസമയം പേരാമ്പ്രയിലെ പാർട്ടി സ്വാധീന മേഖലകൾ ടി.പി. രാമകൃഷ്ണനെ തുണച്ചില്ലെന്നും ബൂത്ത് തല പരിശോധന വ്യക്തമാക്കുന്നുണ്ട്. 3000-ലധികം വോട്ടിന് ലീഡ് പ്രതീക്ഷിച്ച ടി.പിയുടെ പഞ്ചായത്തായ നൊച്ചാടിലെ ലീഡ് 1610-ലേക്ക് കുറഞ്ഞു. 3000 വരെ ലീഡ് പ്രതീക്ഷിച്ച മേപ്പയൂരിൽ ലഭിച്ചത് 1272 വോട്ടിന്റെ ലീഡ്. എൽ.ഡി.എഫ് 1000 വോട്ടിന്റെ ലീഡ് പ്രതീക്ഷിച്ച കീഴരിയൂരിൽ യു.ഡി.എഫ് ലീഡ് നേടി. അതേസമയം പേരാമ്പ്രയിലൊഴികെ യു.ഡി.എഫ് ലീഡ് പ്രതീക്ഷിച്ച പഞ്ചായത്തുകളിലെല്ലാം നേട്ടമുണ്ടാക്കാൻ ഫാത്തിമ ദഹ്ലിക്ക് കഴിഞ്ഞു. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.